വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ സമ്മർ ഡ്രിങ്ക് റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഈ സ്പെഷ്യൽ ഡ്രിങ്ക് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന കൂവപ്പൊടി കൊണ്ടാണ് കേട്ടോ, Arrowroot പൗഡർ. അപ്പോൾ ഇതേ വെച്ച് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വളരെ ഒരു കുറഞ്ഞ അളവിൽ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് 1 ടേബിൾ സ്പൂണാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ കൂവപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ചെറിയ പാത്രം എടുത്തിട്ട് അതിനകത്തോട്ടേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇതിലോട്ടേക്ക് ആദ്യം ഞാനൊരു 1/2 കപ്പിനടുത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഒട്ടും കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. ഇനി ബാക്കിയുള്ള 1/2 കപ്പ് കൂടി ഒഴിച്ചു കൊടുക്കാം. ടോട്ടൽ 250 ml വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് ചെറു തീയിലിട്ടിട്ട് നമ്മൾ ഇതിനൊന്ന് കുറുക്കിയെടുക്കണം. ജസ്റ്റ് 1-2 മിനിറ്റ് മതി. ആ ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നന്നായിട്ട് കുക്കായി കുറുകി വരും. നല്ലതുപോലെ തിക്കായിട്ട് നല്ല കട്ടിയായിട്ട് വരുന്നൊരു പാകത്തിൽ തന്നെ വേണം നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ മാറി കണ്ടില്ലേ, നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ വലിയ ജാറിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് പഞ്ചസാരയാണ് വേണ്ടത്. ഞാൻ ആദ്യം 1 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ഏലക്കയുടെ കുരുവാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് 4-5 കശുവണ്ടി പരിപ്പ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുള്ളതായിരുന്നു. കുറഞ്ഞ സമയം, ഒരു 10-15 മിനിറ്റ് കുതിർത്തി വെച്ചാൽ മതിയാകും. അതും കൂട്ടത്തിൽ 1 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ തേങ്ങയും കശുവണ്ടി പരിപ്പൊക്കെ കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ട് നല്ലതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നല്ല തണുത്ത പാലാണ് ഇതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2 ഗ്ലാസ് പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളിതൊന്നുകൂടി ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ മധുരം കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. നന്നായിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ്സിനകത്തോട്ടേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ വേറെ നട്ട്സും കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ശരിക്കും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കാണാനൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം, അതായത് നമ്മൾ അത് ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ സെർവ് ചെയ്യുന്നതാണെങ്കിൽ കുറച്ച് നട്ട്സ്, കയ്യിൽ എന്തെങ്കിലും കശുവണ്ടി പരിപ്പോ ബദാം പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പൊടിച്ച് ചേർക്കാം. പിന്നെ കാണാനൊക്കെ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച്, കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ കുറച്ച് കോൺഫ്ലേക്സും അതുപോലെ തന്നെ കുറച്ച് ചെറീസൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഇഷ്ടമായിരിക്കും. അപ്പോൾ ഞാനിവിടെ കോൺഫ്ലേക്സ്, ചെറി, അതുപോലെ തന്നെ കുറച്ച് പിസ്ത പൊടിച്ചത് കൂടി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ചെറു ചൂടോടുകൂടി വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയിട്ട് കുടിക്കാം. അതില്ലെങ്കിൽ നന്നായിട്ട് തണുപ്പിച്ചിട്ട് കുടിക്കാം. ഞാനിന്ന് തണുപ്പിച്ചിട്ടുള്ള രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് കേട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക, എന്തായാലും ഇഷ്ടമാകും. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.